നാളെ രാവിലെ തന്നെ വീട്ടിൽ പോകണം കേട്ടോ. മറ്റന്ന് രാവിലെ എനിക്ക് വർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മക്കളെ വീട്ടിലാക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചുണ്ടാക്കും, പെട്ടെന്ന് ജോലി തീർക്കും. കാര്യം പോകുമ്പോൾ ബാക്കി വരരുതല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇന്ന് ഞാനൊരു യിപ്പി നൂഡിൽസിൻ്റെ പാക്കറ്റ് ഉണ്ടാക്കിയ കഥയാണ് ഇപ്പോൾ ഈ പറയുന്നത്. അതിലൊരു സ്പെഷ്യൽ മസാല ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാനത് എടുത്ത് ഇട്ടു. പോരാത്തതിന് എൻ്റെ മസാലകൾ ചേർത്ത്, പോരാത്തതിന് ഇച്ചിരി കൂടെ മുളക് പൊടി ഇട്ടു. എനിക്ക് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുവിധം എരിവൊക്കെ ഞാൻ സഹിക്കുന്ന ആളാണ്, പക്ഷേ ഇതെനിക്ക് സഹിക്കാവുന്നില്ല. അപ്പുറത്തേക്കായി ഉണ്ടാക്കിയ പാടെ ഞാൻ ലേശെടുത്ത് പാലിട്ടപ്പോൾ തന്നെ വെള്ളം കുടിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ ടി വിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടു. ഇപ്പോൾ ഒരുവിധം ഭക്ഷണങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ കഴിക്കും. ഇത്രയും പാത്രം കഴുകണ്ടല്ലോ. രാവിലെ മക്കൾ പോയി കഴിഞ്ഞാൽ കുറേ പാത്രം ഉണ്ടായിരിക്കും കഴുകാൻ. കുറേ ഇല്ല, അവർ കഴിച്ച പ്ലേറ്റ്, ചായ കുടിച്ച ഗ്ലാസ്, അതൊക്കെ തന്നെ കേട്ടോ. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അതെനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പാത്രം കഴുകുന്നൊക്കെ ലാഭിക്കാതെ എന്നിട്ട് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് കൊണ്ടുവന്നിരുന്ന് കഴിക്കലും. പിന്നെ ഇന്ന് കുറേ സാധനങ്ങൾ ഇനി എടുത്ത് വയ്ക്കാനുണ്ട്. ബാഗ് കഴുകിയിടാനുണ്ട്. കാര്യം നമ്മുടെ വർക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ അതിലിട്ടിട്ട് വേണമല്ലോ കൊണ്ടുപോകാൻ. എൻ്റെ ബാഗ് ഇത്ര ദിവസം മോനായിരുന്നു കൊണ്ടുവരുന്നത്. സാധാരണ ഞാൻ അങ്ങനെ ടി വി കാണലില്ല കേട്ടോ. അത് എന്തോ ജിയോൻ്റെ നെറ്റ് എന്തോ ആണ് അതിൽ കാണിച്ചത്, അവൻ കാണാറില്ല. അപ്പോൾ യൂട്യൂബൊക്കെ കാണിച്ചത് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇരുന്ന് കാണുന്നുണ്ട്. പാട്ട് കണ്ട പിന്നെ ഞാൻ